4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. എന്നാൽ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഷുഗർ കാരമൽ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കാരമലാൻ വെച്ചിട്ടുണ്ട്. സെയിം ടൈം വേറൊരു അടുപ്പിൽ 1/2 ലിറ്റർ പാല് ചൂടാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ എനിക്ക് ഭയങ്കര ബേജാറാണ്. പാലൊഴിച്ച് കൊടുക്കും, പിരിഞ്ഞു പോകും, കൈമ തെറിക്കും, എന്തെല്ലോ ബേജാറാണ്. ആ ഒരു കളറാകുമ്പം തന്നെ നമ്മൾ പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം തിളച്ച് ആ ഒരു കറുത്ത് വരുമ്പോൾ പാലൊഴിച്ച് കൊടുക്കുകയും ചെയ്യരുത്. നല്ലോണം പാല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പാലെല്ലാം ഒഴിച്ച് നല്ല സമാധാനത്തിലങ്ങ് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി ആയതിന് ശേഷം വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. നമുക്കൊരു 3 മുട്ട പൊട്ടിക്കുക, കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് നല്ലോണം ബീറ്റാക്കി കൊടുക്കുക കേട്ടോ. ഒക്കെയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഏകദേശം ഒന്ന് ആറി വരണം കേട്ടോ. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചാൽ നമ്മൾ മുട്ട ഓംലേറ്റ് ആയി പോകും. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം മിക്സായതിന് ശേഷം നമുക്ക് ഇതുപോലെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇതൊരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിൻ്റെ മേലെ ക്ലിംഗ് റേപ്പറോ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കുക്കാക്കിയാൽ നമ്മൾ പുഡിങ് റെഡിയായി. നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെന്ന് പറഞ്ഞാൽ പോലും റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് മിസ്സസ് കണ്ണൂർ ഒന്ന് ഫോളോ ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.